അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പം അള്ളാഹു എന്ന ലഫ്ളും മുഹമ്മദ് എന്ന ലഫ്ളും അള്ളാഹുവിൻ്റെ മദ്ഹറാണ്. ഞാൻ അതൊക്കെ പറഞ്ഞ ആശിക്യങ്ങളോടാണ്. അള്ളാഹിനെ സ്നേഹിച്ച് അള്ളാഹിനെ സ്നേഹിച്ചിട്ട് ഒരു ഉമ്മ വെക്കണം അള്ളാനെ. ഒരാൾ പറഞ്ഞ വാക്കാ ഒന്ന് അള്ളാഹിനെ ഉമ്മ വെച്ചൂടെ, എന്നെ കിട്ടണില്ല റബ്ബേ എന്ന് അള്ളഹാനോട് പറഞ്ഞു എന്നാ. അപ്പൊ അയാൾക്ക് നമ്മൾ സ്നേഹിക്കുന്ന നമ്മ മക്കളെ അല്ലെ, നമ്മൾ എന്തിനെ സ്നേഹിക്കാൻ ഒരു ഉമ്മ കൊടുക്കുമല്ലോ, അത് മുഹബത്തിന്റെ ഒരു അടയാളാണെന്നാ. കുട്ടികളെ സ്നേഹിച്ച് ഉമ്മ വെക്കാത്തവൻ എന്നിൽ പെട്ടവനല്ല എന്ന് വിശ്വാസം ഹദീസുണ്ട്. അപ്പൊ എങ്ങനെ ഇപ്പൊ ഞാൻ അള്ളാഹിനെ ഉമ്മ വെക്കുക? അത് ഒരിക്കലും കഴിയില്ലല്ലോ. അത് അള്ളാഹ് മുനസ്സഹാണ്. അള്ളാഹിനെ ഉമ്മക്ക് നമുക്ക് കഴിയൂല, നമുക്ക് കിട്ടൂല. അപ്പൊ ഒരു മഹാനായ വ്യക്തി അവിടെ രസകരമായൊരു മറുപടി എടുത്തു. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ശ്രദ്ധിക്കണം, ഇത് ഇഷ്കുള്ളവർ കേട്ടാൽ മതി, അനുസരിച്ചാൽ മതി. അപ്പൊ അള്ളാഹു എന്ന വാക്ക് പറയുമ്പോ അള്ളാഹു എല്ലാവരും ഒന്ന് പറഞ്ഞു വെക്കണം. അതുകൊണ്ട് അള്ളാഹു, ഈ അള്ളാഹു എന്ന വാക്ക് പറയുമ്പോ നമ്മ രണ്ട് ചുണ്ടും തമ്മിൽ കൂടൂല, അത് തുറന്നിട്ടിരിക്കുന്ന അള്ളാഹു അള്ളാഹു കണ്ടില്ലേ. അപ്പൊ അള്ളാഹു അതിന്റെ അർത്ഥം എന്താ വെച്ചാല് ഒന്നും അള്ളാഹുവിലേക്ക് ചേരൂല എന്നാണ്. കാരണം എന്താ? പടപ്പുകൾ ഫാനിയാണ്, അള്ളാഹു ബാക്കിയാണ്. അള്ളാഹു ഒരിക്കലും നശിക്കൂല. അപ്പൊ നശിക്കുന്ന ഒന്നും അള്ളാഹുവിലേക്ക് ചേരൂല, ചേരാൻ പാടില്ല. ചേർന്നാൽ അള്ളാഹ്ക്ക് നാശമുണ്ട് എന്ന് വിശ്വസിക്കേണ്ടി വരും. അപ്പൊ നമ്മളെങ്ങനെ അള്ളാഹുവിലേക്ക് ചേരുകയെന്നാ അതാ ഞാൻ പറഞ്ഞത്. ഏകദേശം ത്വരീഖത്താനൊക്കെ അള്ളാഹുവിലേക്കാ യാത്ര. അത് ശിർക്കും കുഫ്റും. അതുകൊണ്ടാണ് പറയാ അദ്വൈതവും കാര്യങ്ങളൊക്കെ വരുന്നത്. ശരിക്കും നമ്മളെ യാത്ര എങ്ങോട്ടാണ്? തുടങ്ങിയോടത്തേക്ക് നമ്മൾ നാളെ പറഞ്ഞല്ലോ, തുടങ്ങിയോടത്തേക്കാ പോകേണ്ടത്. തുടങ്ങിയോടുന്ന മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുനൂറിന്നാണ്. ശരിക്കും നമ്മളെ യാത്ര ചെയ്യേണ്ടത് റസൂലുള്ളാഹികളിലേക്കാണ്. അള്ളാഹുവിലേക്ക് യാത്ര ചെയ്യേണ്ടത് റസൂലുള്ളാഹികൾ മാത്രമാണ്. അള്ളാഹ് പോയത് റസൂലുള്ളാഹികൾ മാത്രമേ ഉള്ളൂ മിറാജ് പോയത്. ഇനി നാളെ എല്ലാ അമ്പിയാക്കന്മാരും അള്ളാഹിലേക്ക് എത്താൻ വേണ്ടി ആരെ ശഫാഅത്ത് കേൾക്കണം, ആരെ വയത്ത് ചെയ്യണം? ഹബീബുല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അവിടുന്ന് അള്ളാഹിനോട് പറയണം. അപ്പൊ അള്ളാഹുവിലേക്കുള്ള ഏക വഴി അത് റസൂലുള്ളാഹികൾ മാത്രമാണ്. ഒന്നും അള്ളാഹുലേക്ക് ചേരൂല. അപ്പൊ അള്ളാഹിനെ ചുംബിക്കാനുള്ള ഓപ്ഷൻ ഇല്ല. ചുംബിക്കാനെ സ്നേഹിക്കാൻ അർത്ഥട്ടോ, ശ്രദ്ധിക്കണം. ആ സ്നേഹം പങ്കിടേണ്ട കാര്യമാണ് പറഞ്ഞത്. അപ്പൊ ഈ സ്നേഹത്തെ കുറിച്ച് അതിന്റെ ഒരു സിമ്പലാണ് ചുംബനം എന്നുള്ളത്. എനിക്കൊന്നും വെക്കണം എന്ന് പറഞ്ഞപ്പോ കഴിയൂല. അപ്പൊ എങ്ങനെ പിന്നെ എന്ത് ഞാൻ ചിക്കതിൽ ബദല് വേണമെന്ന് പറഞ്ഞപ്പോ അള്ളാഹു പറയാത്രേ, അതിന് ഞാൻ ബദല് തന്നില്ലേ? എവിടെ? മുഹമ്മദ്. ശ്രദ്ധിക്കണം, എന്താണ് മുഹമ്മദ്? റസൂലുള്ളാഹികളൊക്കെ ഇരുപേരുണ്ട്, 2 ചുംബനം നടക്കേണ്ടതാണ്. മുഹമ്മദ്, 2 മീമുണ്ടേല്. മുഹമ്മദ് ഒന്ന് പറഞ്ഞു വെക്കാനേ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഒന്നാമത്തെ മീമ് പറയുമ്പോ ചുണ്ടു കൂടുന്നു, രണ്ടാമത്തെ മുഹമ്മദ് മീമ് പറയുമ്പോ ചുണ്ടു കൂടുന്നു. 2 ചുംബനം അവിടെ നടന്നു എന്നാ. ആ മഹാനോട് പറയാത്രേ, ഒന്നാമത്തെ ചുംബനം അത് എനിക്കുള്ളതാ, രണ്ടാമത്തത് എൻ്റെ ഹബീബിനുള്ളതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മാഷാ അല്ലാഹ്, നമ്മൾ മുഹിബ്ബീങ്ങൾ, ആശിക്കീങ്ങളാണ്. അപ്പൊ ഒരാൾ ചെല്ലുമ്പോൾ ശ്രദ്ധിക്കുക, എന്താണ് ഓൻ്റെ ഒരു അവസ്ഥ. ഹബീബ റസൂലുള്ളാഹി ജീവിച്ചിരിക്കുന്ന കാലത്താണെങ്കിൽ നമുക്ക് പോലെ കയ്യും അപ്പൊ അവിടുത്തെ പുന്നാര പാത നമ്മൾ ചുംബിക്കും, അവിടെ നടന്നു പോയ മണ്ണ് ചുംബിക്കും, ഇരുന്ന സ്ഥലം ചുംബിക്കും, നിസ്കരിച്ച സ്ഥലം ചുംബിക്കും, അവിടുത്തെ വടി ചുംബിക്കും. എന്താ? നമുക്ക് വേറൊന്നും അറിയില്ല, ഒന്നും അറിയില്ല. രക്തം കുടിച്ച ആൾക്കാരില്ല അവിടുത്തെ. എന്നിട്ട് റസൂലുള്ളാഹി നജസാണ്, എന്തിനാണ് കുറിച്ചും ചോദിച്ചോ? ഇല്ല, ലൻ തമസ്സക്കന്നാർ, അന്നെ തീ തൊടൂന സുബൈറെ എന്നാ പറഞ്ഞത് റളിയല്ലാഹു അൻഹു. ഹജ്ജാജ് തീയിലിട്ടപ്പോ ഉമ്മ പറഞ്ഞില്ലേ, അസ്മാഉല്ലാഹ് പറഞ്ഞു, മോനെ തീ ഇറങ്ങടാ തീയിലേക്ക്. നമ്മളെ റസൂലുള്ളാഹികളാ 2 പട്ട കെട്ടിട്ട് അവിടത്തേക്ക് ഫുഡ് കൊണ്ടുകൊടുത്ത ആളാ അസ്മാഉല്ലാഹ്. അവിടുന്ന് പറഞ്ഞ ജനങ്ങൾ മുമ്പ്, മോനെ തീക്ക് ഇറങ്ങടാ. എൻ്റെ അന്റെയും ബാപ്പെ പറഞ്ഞത് തീ തൊടൂലാന്ന്. അടുത്തൊരു രോമം പോലും കരയാതെ തിരിച്ച് ബഹുമാനപ്പെട്ട സുബ്ഹാനഹു മടങ്ങി പോകുന്നില്ലേ? അതാണ് മുഹബ്ബത്ത്, അതാണ് സ്നേഹം. അപ്പൊ മുഹമ്മദ്, ഒന്നാമത്തെ ചുംബനം അത് എനിക്കുള്ളതാണ്, രണ്ടാമത്തെ ചുംബനം എൻ്റെ പൊന്ന് മുഹമ്മദ് റസൂലുള്ളാഹി എൻ്റെ മുത്തിനുള്ളതാണ് എന്ന് അള്ളാഹു പഠിപ്പിച്ചു. ഇതിന് അർത്ഥം എന്താ അറിയോ? എപ്പോഴും ശ്രദ്ധിക്കുക, അവിടുന്ന് ഒരു കൈ അള്ളാഹുവിൻ്റെ അടുക്കലും ഒരു കൈ അവിടുത്തെ പടപ്പുകൾ എടുക്കലുമാണ്. എന്താ അവിടുത്തെ ഡ്യൂട്ടി? ഈ പടപ്പുകളെ അവിടുത്തെ കൈ പിടിച്ചിട്ട് അള്ളാഹുവിനെ ഏൽപ്പിക്കുന്ന ഡ്യൂട്ടിയാണ്. ഒരു മീം അവിടെയും ഒരു മീം ഇവിടെയാ ഉള്ളത്.
മനസ്സിലാക്കണം. ഒന്ന് മുഹബത്തില്, മെഹബൂബില്, മറ്റൊന്ന് നമ്മളോടുള്ള മുഹബത്തിലും. ഇതാണ് ഹബീബ റസൂലുള്ളാഹിങ്ങളെ ഡ്യൂട്ടി, ഇതന്നെ മശായിഖന്മാരും ഡ്യൂട്ടി. അപ്പോൾ ആ ഒരു അവസ്ഥ അല്ലേ ഞാൻ നോക്കണം കേട്ടോ. അപ്പൊ മുഹമ്മദ്, അതേപോലെ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ള, 2 കലിമ അല്ലേ, അതാണ് തൗഹീദ്. ലാ ഇലാഹ ഇല്ലല്ലാ ചുണ്ട് തൊടൂല, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലല്ലാഹ് ചുണ്ട് തൊടൂല. എന്നാൽ മുഹമ്മദുർ റസൂലുള്ളാഹ്, ആ മുഹമ്മദ് എന്ന് പറഞ്ഞിടത്ത് മാത്രം, റസൂലില്ല, അള്ളാഹുലില്ല. ഇതൊക്കെ എങ്ങനെയോ വന്ന് പെട്ടതല്ല, ഇതൊക്കെ പടച്ചോന്റെ തീരുമാനമാണ്. അവിടെയും ആ 2 ചുണ്ട് തൊട്ടു. അപ്പൊ കലിമ ഒരാൾ ചെല്ലുമ്പോ എന്തായിരിക്കും എൻ്റെ ഒരു അവസ്ഥ എന്ന് ആലോചിച്ച് നിങ്ങള്. മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം 2 മീമ് വെക്കാനുള്ള കാരണം മഹാന്മാർ വിശദീകരിച്ചത് അതാണ്. ഒന്ന്, അള്ളാഹു ജല്ല ജലാലു സുബ്ഹാനഹു വ തആല അടുക്കലാണ് ഹബീബ റസൂലുള്ളാഹിന്റെ അവസ്ഥ. എപ്പോഴും അതിനൊരു മാറ്റമില്ല. അതുപോലെ എപ്പോഴും ഒരവസ്ഥ ഈ ഉമ്മത്തിലുമാണ്. ഈ ഉമ്മത്തിലുമാണ്. അവിടെ ഉമ്മത്തിന് കൈ പിടിച്ചോണ്ടിരിക്കുക. അപ്പൊ ഇനി ഇപ്പൊ എങ്ങനെ കയ്യാ, മരിച്ചു പോയില്ലേ, മദീനത്ത് മറയതില്ലേ, ഇല്ലേ? ശ്രദ്ധിക്കണം. സ്വർഗത്ത് കിടന്ന പിന്നെ മരണമില്ലാന്നാ, സ്വർഗത്തോപ്പാണ് ഞാൻ കിടക്കുന്നത് വിശ്വാസം നട നിൽക്കട്ടെ, ആ ചർച്ചക്ക് പോണില്ല. അപ്പൊ ഇപ്പൊ എങ്ങനെ വിശ്വാസങ്ങൾ കിട്ടും? ആ കൈ എങ്ങനെ പിടിച്ചു കൊടുക്കും? ഇന്നല്ലദീന യുബായിഊനക ഇന്നമാ യുബായിഊനല്ലാഹ്, നിങ്ങളെ വയ്യത്ത് ചെയ്താൽ എന്നെ വയ്യത്ത് ചെയ്തു, അതെങ്ങനെ നിലനിൽക്കും? അതുകൊണ്ടാ പറഞ്ഞത് എൻ്റെ ശേഷം എൻ്റെ ഖലീഫന്മാരുണ്ടാവും, ഫു ബൈഅത്തിൽ അവ്വല ഫൽ അവ്വൽ, നിങ്ങൾ അവരെ ബയ്യത്ത് ചെയ്യണം എന്ന് അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാനുണ്ടായ കാരണം അതാണ്. അപ്പൊ ആ കൈ ഇവിടെ നിലനിൽക്കുന്നത് എങ്ങനെയാണ്? നമ്മളെ മദ്ദ എന്ന് നീട്ടി, ആ നേരം ഇങ്ങോട്ട് നീട്ടിക്കണേ ഏതാ? അള്ളാഹുവിന്റെ മശായിഖന്മാരാണ്. അതുകൊണ്ടാണ് ഷെയ്ഖ് നിർബന്ധം, ഫർള് ഐനാണ്, വാജിബാണ്, ഇജ്മാ ഉണ്ട്, എല്ലാവർക്കുമാണ്, പണ്ഡിതന്മാർക്കും കുട്ടികൾക്കും പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള മുക്കല്ലഫിന് മുഴുവനും നിർബന്ധമാണ് എന്ന് പറയാനുണ്ടായ കാരണം അതാണ്. അത് ഫർള് ആയതുകൊണ്ട് തന്നെയാണ്. അപ്പൊ ഒരു കൈ അവിടെ ഒരു കൈ ഇവിടെ ഉണ്ട്. ആ കൈ ഇപ്പൊ എവിടെയാണ്? ശ്രദ്ധിക്കണം, അത് മശായിഖന്മാരെ കൈയാണ്. ഒരു മഹാനവറുകൾ പറഞ്ഞു, ഒരു മഹാൻ പറയാ, നിങ്ങൾ മശായിഖന്മാരെ കൈ പിടിച്ച് മുത്തിക്കോ, എന്നാൽ മുത്തുന്നത് മശായിഖന്മാരെ കൈയല്ല, തിരുത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി, ആ തിരു കൈയാണ്, അല്ല അത് അള്ളാഹുവിന്റെ കൈയാണെന്ന് മനസ്സിലാക്കണം. അല്ലല്ലോ, ശ്രദ്ധിക്കണം, അതിന്റെ മഹത്വ പറഞ്ഞു വരുന്നത്. ഇത്രയും പുണ്യമാണ് ഈ പ്രസ്ഥാനം. അപ്പൊ അങ്ങനെ ഒരാൾ ഉണ്ടാവുമ്പോ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാല്, ഒരു കവി പാടി, ഉദർ അള്ളാഹ് കെ വാസിൻ ഇദർ മഖ്ലൂഖ് മേ ഷാമിൽ, ശ്വാസം പറ്റി പാടിയതാ. അവിടെ അള്ളാഹിന്റെ അടുക്കാണ് കൈ, ഇവിടെ സൃഷ്ടികളെ കൂടെയാണ്. അപ്പൊ അള്ളാഹ് സൃഷ്ടികളുടെ സിറാത്ത് പാല ഏതാന്ന് മനസ്സിലായോ? നമുക്ക് പോകാനുള്ള സിറാത്ത്, മുസ്തഖീമായ സിറാത്ത്, അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അപ്പൊ ഇനി ഒരാള് ഇതുണ്ട്, ആ തെളിവാണെടുത്ത് കാണിക്കണം. അയാൾക്ക് നിസ്കാരം നോമ്പൊന്നും ഇല്ല, പെണ്ണുങ്ങളെ കൈ കൊടുക്കുന്നുണ്ട്, ആണും പെണ്ണും കൂടി കലർന്നാ ജീവിക്കുന്നത്. അതായത് ശരീഅത്ത് പാലിക്കാത്തൊരു ശൈഖ് എന്ന് പറഞ്ഞാൽ അവര് ശ്രദ്ധിക്കുക, അത് നമ്മുടെ ശരീരത്തിൽ ക്യാൻസർ എന്നൊക്കെ പറഞ്ഞ മാതിരി, ട്യൂമർ എന്നൊക്കെ പറഞ്ഞ മാതിരി, ഈ ഇസ്ലാമിലൊരു ക്യാൻസറാണ്, ത്വരീഖത്തിലൊരു ക്യാൻസറാണ് ശരീഅത്തില്ലാത്ത ശൈഖന്മാർ. ഇസ്ലാമിന് 2 ക്യാൻസറാണ്, ഏത്? ഷിയായിസും വഹാബിസും എന്നതുപോലെ ത്വരീഖത്തിലെ ക്യാൻസറാണ് ഏത്? ശരീഅത്തില്ലാത്തവര്. ഓനക്ക് ഒരു സ്ഥാനം, ഒരു ഇതിനെ പൊളിക്കാൻ നടക്കുന്നവരാ. സാധാരണ ഞാൻ പറയുമ്പോൾ മനസ്സിലാക്കാൻ വെച്ചാൽ, ഈ വഹാബികളെക്കാളും ഈ ഷിയാക്കളെക്കാളൊക്കെ അപകടമാണ് ആര്? ഈ ശരീഅത്തില്ലാത്ത ശൈഖന്മാര്. ഓര് നശിപ്പിച്ചളയും, അത് തനി കുഫിരിയത്തിലേക്ക് അവർ പോയിക്കാളും. അവര് പ്രവർത്തനം അത്രയും ആ അടുത്ത ബന്ധത്തിലേക്കാ പോവാ. അപ്പൊ എന്താവും? അവര് പറ്റ പയച്ചു പോവും. അവര് സിന്ദീഖ് എന്നാണ് മാലിക് ഇമാം ഉപയോഗിച്ചത്. എന്ന് പറഞ്ഞാൽ നിരീശ്വരവാദിയാവും. അവർക്ക് അള്ളനെ ഉണ്ടാവില്ല. എന്റെ ശൈഖാനെ അള്ളാഹ് അറിയും, അവ പയച്ചോയില്ലേ. അതുകൊണ്ട് അങ്ങനത്തെ അവസ്ഥയെ നമ്മൾ ശ്രദ്ധിക്കണം, അതൊന്നും പാടില്ല. പിന്നെ ഇത്രയും പറഞ്ഞു വന്നെന്താ വെച്ചാല്, നമ്മളിത് ചെയ്യുമ്പോ, ഈ ബഹുമാനപ്പെട്ട തൗഹീദ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് മനസ്സിലാക്കണം. എങ്ങനെ അത് വിശദീകരിക്കേണ്ടതെന്ന് അറിയില്ല. ഞാൻ എൻ്റെ പൊന്നിന് ഉമ്മ വെക്കുന്നു, എൻ്റെ റബ്ബ് സുബ്ഹാനഹു വ തആലക്കുള്ള ഉള്ള ആ ഉമ്മയും കൂടി എൻ്റെ പൊന്നിന് ഞാൻ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ മുമ്പിലുണ്ട്. അവിടുത്തെ കൈ ഞാൻ പിടിച്ച് മുത്താണ്, അവിടുത്തെ കാല് ഞാൻ പിടിച്ച് സവാറുള്ള ചെയ്തതുപോലെ അണഞ്ഞു കൂട്ടി പിടിച്ചൊരു മുത്തം മുത്തിയല്ലോ ബദറില്. അത് കണ്ടിട്ട് സഹാബാക്കൾ പൊട്ടി പൊട്ടി കരഞ്ഞു.
തേൻ കുടിക്കുന്നത് പോലെ തേനീച്ച തേൻ കുടിക്കും പോലെ എന്നാണ് വൈകുന്നേരത്തിൽ പാടിക്കണത്. അവിടുത്തെ കൂട്ടിൽ പിടിച്ച സവാദുള്ളവനോ എന്തിനാ അവിടുത്തെ തൊട്ടാൽ ഞാൻ നരകത്ത് പോലല്ലോ യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു എന്നതുപോലെ ഓരോ സെക്കൻഡും ഒരു തൗഹീദ് വൈദ്യത ഒരാളെ അവസ്ഥ എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. ശ്രദ്ധിക്കണം. ശരീഅത്തുള്ള റസൂലുള്ളാഹി പറ്റുന്ന സിൽസിലയുള്ള അവിടുന്ന് ഖിലാഫത്ത് മേടിച്ച പരിശുദ്ധമായ സ്ഥിര ശരീഅത്ത് ദീനുള്ള ഒരാളെ ശൈഖിനെ അത് തൗഹീദുള്ള ഒരാളെ പിടിച്ചു കഴിഞ്ഞാൽ അയാളെ സ്ഥാനം, അയാളെ മഖാമ്, അയാളെ പദവി എന്താണെന്ന് ആർക്കും അറിയില്ല, എവിടെ രേഖപ്പെടുത്തിയില്ല. സർവ്വലോകം ഒരൊറ്റ ദിക്റുണ്ട്, സർവ്വലോകവും അദ്ദേഹത്തിന് വഴിപ്പെട്ടുകൊണ്ടിരിക്കുക. അല്ലാഹു നമ്മെ തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ.